തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് സമഗ്രമായ മാറ്റത്തിനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റ് നേടി ഭരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ട് കേരള ബി.ജെ.പിയിൽ വൻ പൊളിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് നേതൃത്വം. സംസ്ഥാനത്ത് 31 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ജില്ലാ കമ്മിറ്റികളുടെ എണ്ണം ഇരട്ടിയിലധികമാകും. 31 ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളുമൊക്കെ ഉണ്ടാകും. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തിരിച്ചുകൊണ്ടാണ് ഓരോ ജില്ലയാക്കുക. 5 ജില്ലകൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകൾക്കാണ് 3 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കുക. തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കലാണ് തീരുമാനത്തിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം. നേതാക്കളുടെ തമ്മിലടി കാരണം സംസ്ഥാന നേതൃയോഗം പോലും ചേരാനാകാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി. ഉണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെ ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിശ്ചയിച്ചിരുന്ന യോഗം അവസാന നിമിഷമാണ് ഒഴിവാക്കിയത്. കെ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങളും പരാതികളും കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനെതിരെയും നിരവധി പരാതികളുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട കുഴൽപ്പണക്കേസ്, മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകുമെന്ന് കണ്ട് ഉടൻ തന്നെ വിശാല നേതൃയോഗം വിളിച്ചു ചേർക്കണമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിക്കുകയായിരുന്നു. കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഒത്തുതീർപ്പിലെത്തിയ ശേഷം വിശാല നേതൃയോഗം ചേർന്നാൽ മതി എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി ചേർന്നത്. യോഗം എന്ന് കൂടണം, മാറ്റിവെക്കണം എന്നതൊക്കെ നേതാക്കളുടെ സൗകര്യത്തിനനുസരിച്ച് തീരുമാനിക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 15 മുതൽ ബി.ജെ.പി. സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയുമാണ്. ഭാരവാഹികളെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാൻ അനുവദിക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വം താക്കീതും നൽകിയിട്ടുണ്ടായിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ജനുവരി ബി.ജെ.പിക്ക് അത്ര അനുകൂലമായിരുന്നില്ല. ബി.ജെ.പി. വിചാരിച്ചതിലധികം വോട്ട് നഷ്ടമാണ് സംഭവിച്ചത്. പാലക്കാട് ബി.ജെ.പിക്ക് നിസ്സാരമായി ഭരണം പിടിക്കാൻ സാധിക്കുമെന്നെല്ലാം തന്നെ ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് ബി.ജെ.പി. പ്രതീക്ഷിച്ചിരുന്ന ബി.ജെ.പിയുടെ നഗരപ്രദേശങ്ങളിലെ വോട്ടുകൾ പോലും യു.ഡി.എഫ്. പാളത്തിലേക്ക് എത്തിയെന്നുള്ളതാണ്. അതിനുശേഷം വലിയ തരത്തിലുള്ള ഭിന്നത ബി.ജെ.പിയിൽ തന്നെ രൂക്ഷമായി കടന്നു വരികയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും കെ സുരേന്ദ്രൻ പക്ഷവും എല്ലാം തന്നെ മാറി മാറി കലഹിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലഹം മൂലം ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ രൂക്ഷമായിരുന്നു. മാത്രമല്ല കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല വലിയ സുഹൃത്തുക്കളായിരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും പോലും തർക്കിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യത്തിലേക്കെല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ നീങ്ങി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റിക്ക് എത്തിയ നേതാക്കളുടെ പ്രതികരണം അനുസരിച്ച് തങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കവും ഇല്ല എന്നതായിരുന്നു. എൻ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എല്ലാ നേതാക്കളോടും അടുപ്പവും ഇഷ്ടവും ഏറെ ഉണ്ടായിരിക്കാം, അതുമാത്രമാണ്, അതല്ലാതെ ഇതൊന്നും തന്നെ ഗ്രൂപ്പ് അല്ല എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും ബി.ജെ.പിയെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത്ര നല്ല സ്ഥിതിവിശേഷമല്ല കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ വളർച്ചയുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ബി.ജെ.പി. പ്രതിനിധി വിജയിച്ചു കയറിയതും. ആ വലിയ പ്രതീക്ഷ തന്നെ ബി.ജെ.പി. ഉപതെരഞ്ഞെടുപ്പിലും വെച്ച് പുലർത്തിയിരുന്നു. തൃശൂർ പോലെ തന്നെ പാലക്കാടും ചേലക്കരയിലും തങ്ങൾ സീറ്റ് ഉറപ്പിക്കുമെന്നെല്ലാം തന്നെ ബി.ജെ.പി. പറഞ്ഞിരുന്നുവെങ്കിലും അവിടെയെല്ലാം തന്നെ വലിയ തരത്തിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ബി.ജെ.പിക്ക് സാധിക്കാതിരുന്നതിന് പ്രധാന കാരണം ഒന്ന് സന്ദീപ് വാര്യരുടെ മുന്നണി മാറ്റമാണ്, മറ്റൊന്ന് ബി.ജെ.പിക്ക് അകത്തുള്ള തന്നെ പക്ഷവാദങ്ങളും പക്ഷവിമർശനങ്ങളും തന്നെയാണ്. അതിനുശേഷമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പോലും നേരിട്ടുള്ള ഇടപെടലുണ്ടാകുന്നത്, RSSന്റെ പോലും ഇടപെടലുണ്ടാകുന്നത്. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ വലിയ തരത്തിലുള്ള നേരിട്ടല്ലെങ്കിലും പക്ഷേ ആശയപരമായിട്ടുള്ള തർക്കങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത്, വലിയ തരത്തിലുള്ള പരാതികൾ പരസ്പരം ബോധിപ്പിക്കുന്ന സാഹചര്യം വരുന്നത്, ശോഭാ സുരേന്ദ്രനെതിരെ സുരേന്ദ്രൻ പോലും പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം എത്തുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് പാലക്കാട്, തൃശൂർ എന്നീ മേഖലകളിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ യു.ഡി.എഫിനെ സംബന്ധിച്ച് ബി.ജെ.പി. പാളയത്തിൽ നിന്നെത്തിയ സന്ദീപ് വാര്യരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പാലക്കാട് നഗരപരിധിയിൽ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി.ജെ.പി. ഇപ്പോൾ കോർ കമ്മിറ്റി പോലും വിളിച്ചിരിക്കുന്നത്. ആ കോർ കമ്മിറ്റിയിൽ യഥാർത്ഥത്തിൽ പരാജയത്തിനുള്ള കാരണവും എന്തുകൊണ്ടാണ്, എവിടെയാണ് തന്ത്രം പാളിയതെന്നടക്കമുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അടിത്തട്ടിൽ തന്നെ സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ 31 ജില്ലകളായി തിരിക്കാനുള്ള ബി.ജെ.പിയുടെ തീരുമാനത്തിന് പുറകിൽ എന്ന് വേണം കരുതാൻ.